ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ഈ ലോകത്ത് ഇതിനേക്കാൾ വലിയൊരു വാഴ്ത്ത് മനുഷ്യനെക്കുറിച്ചില്ല. മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആന്തരിക ചൈതന്യം കുടികൊള്ളുന്നു. എന്നിട്ടെന്തേ മനുഷ്യൻ ഇങ്ങനെ എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു. സൂര്യൻ എത്ര തേജസ്സുണ്ടെങ്കിലും, സൂര്യൻ എത്രമാത്രം കത്തി ജ്വലിച്ചാലും ചിലപ്പോൾ കാർമേഘം കരിമ്പടം പോലെ സൂര്യനെ മറച്ചു പിടിക്കാറില്ലേ? നട്ടുച്ച നേരത്ത് പോലും നിഴൽ വീഴ്ത്താറില്ലേ? അതുപോലെ എത്രമാത്രം ദൈവം ഉള്ളിൽ ജ്വലിച്ചാലും പാപത്തിന് ആ പ്രകാശത്തെ മറച്ചു പിടിക്കാനാവും. അപ്പോൾ ജീവിതത്തിൻ്റെ ഇനിയുള്ള അധ്വാനം മുഴുവൻ ഉള്ളിലെ ദൈവ ചൈതന്യത്തെ പ്രസരിപ്പിക്കുക എന്നതാണ്. ഒരിക്കലും കണ്ടെത്താതെ, ആ ചൈതന്യം വീണ്ടെടുക്കാതെ ഈ ഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോകുന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. താബോർ മലയിൽ ക്രിസ്തു പ്രകാശിച്ചു. അവൻ്റെ വസ്ത്രങ്ങൾ ധവളാഭമായി. അവൻ്റെ മുഖം സൂര്യനെപ്പോലെ പ്രകാശിച്ചു. ഉള്ളിലെ ചൈതന്യം പുറത്തേക്ക് പ്രസരിക്കപ്പെട്ടു. അവൻ്റെ വസ്ത്രവിളിമ്പിൽ തൊട്ടവർ പോലും സൗഖ്യം നേടി. ഒരു വലിയ രഹസ്യം ബൈബിൾ നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുകയാണ്. നമ്മൾ അറിയാതെ പോകുന്നൊരു സത്യം, അന്വേഷിക്കാതെ വിട്ടുകളയുന്നൊരു സത്യം. ഇഴഞ്ഞുപോയൊരു പുഴുവിന് 1000 വർണ്ണങ്ങളിൽ ചിറകുകൾ വെച്ച് ശലഭമായി പറക്കാമെങ്കിൽ നമുക്കും കഴിയും ഉള്ളിലെ ദൈവസാദൃശ്യത്തെ പുറത്തേക്ക് പ്രസരിപ്പിക്കാൻ. സ്നേഹപൂർവ്വം.